2015 മോഡൽ വാഹനമാണ്. 2016 മോഡൽ ഇന്നോവയാണ്. 2008 മോഡൽ വരുന്ന വാഹനമാണ്. 2017 മോഡൽ വണ്ടിയാണ്. 16 മോഡൽ വരുന്ന വാഹനം തന്നെയാണ്. ഈ വാഹനം ഏറ്റവും ടോപ്പ് ആൻഡ് ഓട്ടോമാറ്റിക്കിൽ വരുന്ന വാഹനം. 2018 പെട്രോൾ വണ്ടിയാണ്. ടോപ്പ് ആൻഡ് വാഹനമാണ്. ഫ്രണ്ട് DLR ഒക്കെ. അതെ. 2014 കേരള വണ്ടിയാണ്. കേരള വണ്ടി, ഒറിജിനൽ കേരള. നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനുള്ള ഓട്ടോമാക്സിലാണ്. നമ്മൾ മുമ്പൊരു എപ്പിസോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ അത്യാവശ്യം കുറച്ച് മിഡിൽ സെഗ്മെൻറ്റ് വണ്ടികളാണ്. ഇന്നോവ ഉണ്ട്, അതേമാതിരി ഹോണ്ട സിറ്റി, ഗ്രാൻഡ് ഐറ്റൻ അങ്ങനെ തുടങ്ങിയ മിഡിൽ സെഗ്മെൻറ്റ് വണ്ടികളുടെ കളക്ഷൻസാണ്. അപ്പോൾ ലൊക്കേഷൻ പറയാം, തിരുവനന്തപുരം പേയാടാണ്. തിരുവനന്തപുരം നമ്മൾ കാട്ടാട് പോകുന്ന വഴിക്ക് പേയാട്. അവരുടെ നമ്പർ ഞാൻ സ്ക്രീനിൽ കാണിക്കാം, അതേപോലെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാം. നമ്മുടെ ചാനൽ വീഡിയോ ഇഷ്ടപ്പെടുന്നു, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നേരെ വീഡിയോ പറയാം. നമ്മുടെ നിയാസ് ഉണ്ട്, നമ്മൾ മുമ്പ് എപ്പിസോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ എപ്പിസോഡിൽ അത്യാവശ്യം കുറച്ച് മിഡിൽ സെഗ്മെന്റ് വണ്ടികളാണല്ലേ. ഒരു ജാഗുർ അടപ്പുണ്ട്, അതേമാതിരി ഹോണ്ട സിറ്റി. ഹോണ്ട സിറ്റിയിലെ വൻ കളക്ഷൻ ഉണ്ട്. ഹോണ്ട ഡീസൽ ഒരു 4 ഉണ്ട്. 4 ഹോണ്ട സിറ്റി ഉണ്ട്. ഡീസൽ വേണോ, ഓട്ടോമാറ്റിക് വേണോ, മാനുവൽ പെട്രോൾ വേണോ, ഏത് വേണോ, എല്ലാം ഉണ്ട്. നല്ല കളക്ഷൻ ഉണ്ട്. അതെ. ഓക്കെ, അപ്പോൾ നമുക്ക് ഗ്രാൻഡ് ഐറ്റൻ തുടങ്ങാം അല്ലേ? അതെ. എങ്ങനെ ഡീറ്റെയിൽസ് വരുന്നത്? 2023 മോഡലിൽ വരുന്ന വാഹനം വെറും 21,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണറാണ്. സ്പോർട്സ് വേരിയന്റിൽ വരുന്ന ടോപ്പ് ആൻഡ് വാഹനമാണ്. കിലോമീറ്റർ വെറും 21,000 കിലോമീറ്റർ ഓടി. ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് അല്ലേ? സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, വേറെ ആക്സിഡന്റ് ഹിസ്റ്ററിയോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒരു സിംഗിൾ സ്ക്രാച്ചസ് പോലും ഇല്ല വണ്ടിയിൽ. നിയോസ് ആണ് വണ്ടി, സ്പോർട്സ് വേരിയന്റ്. ഓക്കെ. അപ്പോൾ വണ്ടിയുടെ ഇന്റീരിയർ ഫാബ്രിക് ആണ്. ഓക്കെ, ഇൻബിൽറ്റ് സീറ്റ് ടച്ച് സ്ക്രീൻ വരുന്നുണ്ട്, പൗഡർ പോറുണ്ട്, AC പവർ സ്റ്റിയറിംഗ്, ഓട്ടോമാറ്റിക് AC, സ്റ്റിയറിംഗ് മൗണ്ട് കൺട്രോൾസ്, എയർ ബാഗ് ഡ്യൂൽ അല്ലേ വരുന്നത്? എയർ ബാഗ് ഡ്യൂൽ മാത്രമല്ല, സീറ്റിൽ എയർ ബാഗ് വരുന്നുണ്ട്, ആ പോസ്റ്റിലൊക്കെ എയർ ബാഗ് വരുന്നുണ്ട്. ഓക്കെ. ട്രിവാൻഡ്രം വണ്ടി, റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. വണ്ടിയാണ്. എത്രയ്ക്ക് കൊടുക്കാം? 6,49,000 ഞാൻ ചോദിക്കുന്നുണ്ട്. നെഗോഷ്യബിൾ ആണ്. ഓക്കെ. മാനുവൽ അല്ലേ വണ്ടി? മാനുവൽ. ഇപ്പോൾ ഇതിന് എത്ര മൈലേജ് കിട്ടും ഈ വണ്ടിക്ക്? എനിക്ക് തോന്നുന്നു ഒരു 14 15 കിട്ടുമല്ലേ? ശരി. അടുത്ത് എൻ്റെ ഫിനാൻസ് എങ്ങനെ വരും? ഫിനാൻസ് നമുക്കൊരു 5.5 മേളിലോട്ട് കൊടുക്കാം. 5.5 മുകളിൽ കൊടുക്കാം. 5.5 മുകളിലോട്ട് കൊടുക്കും. അപ്പോൾ അടുത്ത വണ്ടി കിഡാണ്. 2021 മോഡൽ വാഹനമാണ്. ടോപ്പ് ആൻഡ് വാഹനമാണ്. ഫ്രണ്ട് DLR ഒക്കെ വരുന്ന ഫേസ് ലിഫ്റ്റിൽ വരുന്ന ഒരു വാഹനമാണ്. 800 അല്ലേ വരുന്നത്? അല്ല 1000 ആണ്. 1 ലിറ്റർ ആണ്. 1000. 1 ലിറ്റർ ആണ്. എയർ കണ്ടീഷനൊക്കെ ഗുഡാണ്. വേറെ റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ? ഒരു റീപ്ലേസ്മെന്റും ഇല്ല. കമ്പനി സർവീസ് വെറും 21,000 കിലോമീറ്റർ കമ്പനി സർവീസ് വണ്ടി. RST വേരിയന്റ്. വെറും 21,000 കിലോമീറ്റർ ഓടിയ വാഹനമാണ്. വണ്ടി നീറ്റ് ആണല്ലേ? വേറെ നീറ്റ് ആൻഡ് ക്ലീൻ വാഹനം. പുതിയ സീറ്റ് കവർ ഒക്കെ ചെയ്തിട്ടുണ്ട്. സീറ്റ് കവർ ചെയ്തിട്ടുണ്ട്, വൃത്തിയായിട്ടിരിപ്പുണ്ട്. ടെസ്റ്റിന് വരുന്നുണ്ട്, AC മാനുവൽ വരുന്നുണ്ട്, 2 ഡോർ പവറിന്റെ പവർ സ്റ്റിയറിംഗ്, എയർ ബാഗ് ABS എല്ലാം വരുന്ന വാഹനം. എത്ര കൊടുക്കാം നമുക്കിപ്പം? ഈ വാഹനം 3,89,000 കൊടുക്കാം. 389. അതെ. ആസ്കിംഗ് പ്രൈസ് ആണോ? ആസ്കിംഗ്. നെഗോഷ്യബിൾ ആണ്. ഫിനാൻസ് ഇപ്പോൾ എത്ര വരും? വണ്ടിക്ക് നമുക്ക് 3.5 വരെ ഫിനാൻസ് കൊടുക്കും. 3.5. ഹോണ്ട സിറ്റി 4 കിടപ്പുണ്ടല്ലേ? അതെ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് വണ്ടി ഏതാ? ഹോണ്ട സിറ്റി. ഇത് 2016 മോഡൽ S വേരിയന്റിൽ വരുന്ന വാഹനമാണ്. ഡീസലാണോ പെട്രോളാണോ? പെട്രോൾ വണ്ടി. S ആണ് വേരിയന്റ് അല്ലേ? അതെ. 16 വണ്ടി. അതെ 16. ഓണർഷിപ്പ് കിലോമീറ്റർ? ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വാഹനമാണ്. കിലോമീറ്റർ 40,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. എയർ കണ്ടീഷൻ കൊള്ളാം അല്ലേ? അതെ. വേറെ റീപ്ലേസ്മെന്റ് എന്തെങ്കിലും വരുന്നുണ്ടോ? വേറെ ഒരു റീപ്ലേസോ കാര്യങ്ങളോ ഒന്നുമില്ല. വേറെ ഒരു ആക്സിഡന്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നുമില്ല. പെട്രോൾ വണ്ടി മാനുവൽ. ഹോണ്ട സിറ്റി. ഇന്റീരിയർ നീറ്റാണ്. സീറ്റ് കവറുണ്ട്. സീറ്റ് കവറില്ല, ഫാബ്രിക് ആണ്, പക്ഷേ അത് വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. സ്റ്റീരിയോ ഇരിപ്പുണ്ട്, ബ്ലൂടൂത്ത് സപ്പോർട്ട് ഉണ്ട്, AC വരുന്നുണ്ട്, പൗഡർ പവറുണ്ട്, പവർ സ്റ്റിയറിംഗ് മൗണ്ട് കൺട്രോൾസ് വരുന്നുണ്ട്. എയർ ബാഗ് വരുന്നുണ്ട്. എയർ ബാഗ് വരുന്നുണ്ട്. അത് എയർ ബാഗുള്ള വണ്ടിയോ? വേറെ റീപ്ലേസ്മെന്റ് ഒന്നുമില്ല, ആക്സിഡന്റ് ഒന്നുമില്ല. മൈലേജ് വന്നിട്ട് 12 കിട്ടുമല്ലേ? പെട്രോൾ 12-13 ആ റേഞ്ചിൽ. അതെ. ഓക്കെ. മാനുവൽ വണ്ടിയാണ്. എത്ര കൊടുക്കാം? ഈ വണ്ടി 6,39,000 ചോദിക്കുന്നുണ്ട്. 5 ലക്ഷം 5.5 ലക്ഷത്തിനകത്ത് ഞങ്ങൾ ലോൺ സൗകര്യം ഈ വാഹനത്തിന് ചെയ്തു കൊടുക്കും. അപ്പം അടുത്ത വണ്ടി ഹോണ്ട സിറ്റി തന്നെയാണ്. അതെ. എങ്ങനെ വരുന്നത്? ഇത് 2016 വരുന്ന വാഹനം തന്നെയാണ്. പ്രത്യേകത ഓട്ടോമാറ്റിക് ടോപ്പ് എൻഡ് വാഹനമാണ്. ആദ്യം കാണിച്ച മാനുവൽ ഓട്ടോമാറ്റിക്. അതെ. ടോപ്പ് എൻഡ് വണ്ടി ഓട്ടോമാറ്റിക്. അതെ. പെട്രോൾ വണ്ടി. അതെ. ഇതിൽ സൺറൂഫ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ഈ വാഹനത്തിന്. ഓക്കെ. പെട്രോൾ വണ്ടി തന്നെയാണ്. അതെ. 6 എയർ ബാഗ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഓണർഷിപ്പ് കിലോമീറ്ററായി? സെക്കൻഡ് ഓണർഷിപ്പായി. കിലോമീറ്ററോ? 90,000 കിലോമീറ്റർ വണ്ടി കമ്പനി സർവീസ്. കമ്പനി സർവീസ് ആണ്. അതെ. റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. ഓക്കെ. ഹോണ്ട സിറ്റി VX. സ്ക്രാച്ചസ് ഒന്നും ഇല്ലല്ലേ? വേറെ സ്ക്രാച്ചസോ കാര്യങ്ങളോ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടി. ടയർ കണ്ടീഷൻ 4. ടയർ കണ്ടീഷൻ 4.
കുഴപ്പമില്ല. എന്തായാലും ഒരു 60% ടയറുണ്ട്. ഓക്കെ, സീറ്റ് കവറുണ്ട്, വൃത്തിയെടുപ്പുണ്ട് കേട്ടോ. ഇന്നത്തെ ഇൻബിൽറ്റ് സ്റ്റീരിയോ വരുന്നുണ്ട്, 4 ഡോർ പവർ ഉണ്ട്, AC പവർ സ്റ്റിയറിംഗ്, സ്റ്റിയറിംഗ് മൗണ്ട് കൺട്രോൾസ്, ലെതർ സീറ്റ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഓക്കെ, കാരണം ടോപ്പിൻ്റെ വണ്ടിയല്ലേ, പുഷ് സ്റ്റാർട്ട് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഹീറോ സെൻട്രി വരുന്നുണ്ട്. ഓക്കെ, ഹോണ്ട സിറ്റി ഓട്ടോമാറ്റിക് ടോപ്പിൻ്റെ വണ്ടി, സൺറൂഫ് അടക്കം എല്ലാം വരുന്നുണ്ട്. അതെ. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ വില വരുന്നത്? ഈ വാഹനത്തിന് 6,69,000 ഞങ്ങൾ ചോദിക്കുന്നു, നെഗോഷ്യബിൾ ആണ്. 660 നെഗോഷ്യബിൾ ആണ്. 6,69,000 ചോദിക്കുന്നു, നെഗോഷ്യബിൾ ആണ്. 69,000 രൂപ നെഗോഷ്യബിൾ ആണ്. ഫിനാൻസ് എത്ര വരും അപ്പോൾ? ഈ വണ്ടിക്ക് 6 രൂപ ഫിനാൻസ് കൊടുക്കാം. അപ്പോൾ അടുത്ത വണ്ടി ഹോണ്ട സിറ്റി ഡീസൽ വണ്ടി. അതെ. മോഡലോ? 2017 മോഡൽ വണ്ടി. 17 വണ്ടി ഡീസൽ. അതെ, മാനുവല്. ഓക്കെ, വേറെ റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ? വേറെ റീപ്ലേസ്മെന്റോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഫ്രണ്ട് വിൻഷീൽഡ് റീപ്ലേസ്ഡ് ഉണ്ട് ഈ വാഹനത്തിൽ. ഗ്ലാസ് റീപ്ലേസ്ഡ് ആണ്. ഫ്രണ്ട് വിൻഷീൽഡ് മാത്രം റീപ്ലേസ്ഡ് ഉണ്ട്. എയർ കണ്ടീഷൻ ഗുഡാണ്. അലോയ്സ് ഒക്കെ വരുന്നുണ്ടല്ലേ? അതെ അതെ അതെ. കിലോമീറ്റർ ഓണർഷിപ്പ് എത്രയായി? സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വാഹനമാണ്. വാഹനത്തിന്റെ പ്രത്യേകത നമ്പർ ബോസാണ്, വണ്ടി നമ്പർ 8055. ഓക്കെ, അല്ല കിലോമീറ്ററോ? കിലോമീറ്റർ 90,000 കിലോമീറ്റർ ആയിട്ടുണ്ട്. 8055 അല്ലേ? അതെ. ഇന്റീരിയർ നീറ്റാണ്, സീറ്റ് ലെതർ ചെയ്തിരിക്കുന്നത് അല്ലേ? അതെ അതെ. ഓക്കെ, നീറ്റ് ആയിപ്പോണ്ട്. സ്റ്റീരിയോ വരുന്നുണ്ട്, ഇൻബിൽറ്റ് സ്റ്റീരിയോ വരുന്നുണ്ട്, ബ്ലൂടൂത്ത് വരുന്നുണ്ട്, AC ഓട്ടോമാറ്റിക് ആണ്, സ്റ്റിയറിംഗ് മൗണ്ട് കൺട്രോൾസ് വരുന്നുണ്ട്, 4 ഡോർ പവർ ഉണ്ട്, പവർ സ്റ്റിയറിംഗ്, എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. ഓട്ടോ ഫോൾഡിംഗ് മിറർ എല്ലാം വരുന്നുണ്ട്. ഇനി ഇതിന് മുകളിലൊരു സൺറൂഫ് ഉള്ള വണ്ടിയാണ് ഉള്ളത്. വേറെ വിൻഷീൽഡ് മാത്രം റീപ്ലേസ്മെന്റ് ഉള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ? ഇത് മറ്റേ LED ഒക്കെ വരുന്ന ഹെഡ്ലൈറ്റ് ആണ്. DRL വരുന്നത്? അതെ അതെ. ഓക്കെ, കമ്പനി സർവീസ് തന്നെയാണ്? അതെ, കമ്പനി സർവീസ് ആണ്. എത്രയ്ക്ക് കൊടുക്കാം നമുക്ക്? ഇതിന് കിലോമീറ്റർ നമ്മൾ പറഞ്ഞായിരുന്നോ? ഈ വണ്ടിക്ക് 90,000 കിലോമീറ്റർ ഓടിയ വണ്ടി. 6,89,000. 689 നെഗോഷ്യബിൾ ആണ് ചെറിയ രീതിയിൽ. ഫിനാൻസ് അപ്പോൾ എത്ര കയറും? 6 രൂപ ഫിനാൻസ്. 6.5 ഫിനാൻസ് നമുക്ക് വാങ്ങിച്ചു കൊടുക്കാം. അടുത്ത വണ്ടി ഹോണ്ട സിറ്റി. അതെ, 2018 പെട്രോൾ വണ്ടിയാണ്. ഈ വാഹനത്തിന് അപ്രോക്സിമേറ്റ് ഒരു 2 lakhs ആക്സറീസ് ഈ വണ്ടി ചെയ്തിട്ടുണ്ട്. അഡീഷണൽ ഫിറ്റിംഗ് ചെയ്തിട്ടുണ്ട്. അതെ, 360 ക്യാമറ, അലോയ്സ് എല്ലാം ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ്. നല്ല ക്വാളിറ്റി ഉള്ള വാഹനമാണ്. പ്രൊഫൈൽ എല്ലാം കൂടിയിട്ടുണ്ട്. വെറും 30,000 കിലോമീറ്റർ ഈ വണ്ടി ഓടിയിട്ടുള്ളൂ. പെട്രോൾ വണ്ടി തന്നെയല്ലേ? വെറും 30,000 കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വാഹനമാണ്. എസ് ആണ് വേരിയന്റ് വരുന്നത് അല്ലേ? അതെ, വേരിയന്റ് എസ്. അതെ അതെ, എസ് ആണ്. പ്രൊഫൈൽ അല്പം കൂടിയിട്ടുണ്ടല്ലോ ടയറിന്റെ? അതെ. റീപ്ലേസ്മെന്റ് എന്തെങ്കിലും ഉണ്ടോ വേറെ? ഒരു തട്ടോ മുട്ടോ റീപ്ലേസോ കാര്യങ്ങളൊന്നുമില്ല. നല്ല ക്വാളിറ്റി ഉള്ള വാഹനം. 360 ക്യാമറ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. 2 മിററിൽ ക്യാമറ, ഫ്രണ്ട് ക്യാമറ, ബാക്ക് ക്യാമറ എല്ലാം ചെയ്തിട്ടുണ്ട്. എല്ലാം ഉണ്ട്. ഡാഷ് ക്യാമറ വരെ ഉള്ള ഒരു വാഹനമാണ്. പിന്നെ നമ്മുടെ ആംബിയൻസ് ലൈറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. എല്ലാം ചെയ്തിട്ടുള്ള ഒരു നല്ല ലുക്കുള്ള ഒരു വാഹനമാണ്. ടയർ കണ്ടീഷൻ കുഴപ്പമില്ല, പക്ഷേ പുതിയ ടയറാണ്. ഒരു 200 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഈ ടയർ മാറി 200 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. ഓക്കെ, പ്രൊഫൈൽ അല്പം കൂടിയിട്ടുണ്ടല്ലേ ടയറിന്റെ? അതെ. ഓക്കെ, അപ്പോൾ എങ്ങനെ പ്രൈസ് വരുന്നത്? ഈ വാഹനത്തിന് നമ്മൾ ചോദിക്കുന്നത് 7,69,000 രൂപ. 7,69,000. അതെ. നെഗോഷ്യബിൾ ആണോ? നെഗോഷ്യബിൾ ആണ്. ഫിനാൻസ് അപ്പോൾ എത്ര വരും? ഈ വണ്ടിക്ക് നമുക്കൊരു 6.5 വരെ നമുക്ക് ഫിനാൻസ് കൊടുക്കും. അപ്പോൾ അടുത്ത വണ്ടി ബൊലേറോ. 2008 മോഡൽ വരുന്ന വാഹനമാണ്. പുതിയ ടെസ്റ്റ്, പുതിയ ടാക്സ് എല്ലാം അടച്ചിട്ടുണ്ട്. അത്യാവശ്യം ടയർ കാര്യങ്ങളെല്ലാം മാറിയിട്ടുള്ളൊരു വാഹനമാണ്. 2008 വണ്ടി. അതെ, അതുപോലെ ഫ്രണ്ട് ന്യൂ ഷേപ്പ് ആക്കിയിട്ടുള്ളൊരു വാഹനമാണ്. പുതിയ സീറ്റ് കവർ കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ 140 ഓടിയിട്ടുണ്ട് വണ്ടി. 28 രൂപ പേപ്പർ വരുന്നുണ്ടല്ലേ? അതെ 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 അതെ. അപ്പോൾ അത്യാവശ്യം പാച്ച് വർക്ക് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കിടക്കുന്ന ഒരു വാഹനമാണ്. നല്ല ക്വാളിറ്റി ഉള്ള വാഹനമാണ്. ടയറിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കി കഴിഞ്ഞാൽ നല്ല കണ്ടീഷനാണ്. വണ്ടി 4 പുതിയ ടയർ തന്നെയാണ്. സീറ്റ് കവറൊക്കെ ചെയ്തിട്ടുണ്ട്. തേർഡ് ഓണർഷിപ്പിൽ വരുന്ന വാഹനമാണ്. ഇത് 4 ഡോർ പവറിന്റെ അഡീഷൻ ചെയ്തിട്ടുണ്ടല്ലേ? അതെ അതെ അതെ. AC ഉള്ള വണ്ടിയാണോ? AC ഉള്ള വാഹനമാണ്. AC പവർ സ്റ്റിയറിംഗ് ഉള്ള വാഹനമാണ്. എല്ലാം വർക്കിംഗ് ആണല്ലോ? അതെ അതെ. ബൊലേറോ നോക്കാം. അപ്പോൾ എങ്ങനെയാണ് പ്രൈസ് വരുന്നത്? ഈ വാഹനത്തിന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് 2,49,000 രൂപ. 2,49,000. അതെ. ഓക്കെ, 2008 വണ്ടി 22 രൂപ പേപ്പർ വരുന്നുണ്ടല്ലേ? വേറെ പ്രശ്നങ്ങളൊന്നുമില്ല? ഒരു പ്രശ്നവുമില്ല. അപ്പോൾ അടുത്ത വണ്ടി ഇനോവ. 2016 മോഡൽ ഇനോവയാണ്. G4 വണ്ടിയാണ്. വണ്ടിയാണ്. ഇവിടെ കേരള പേപ്പർ ആക്കിയിട്ടുള്ള വാഹനമാണ്. റീ രജിസ്ട്രേഷൻ ആണ് അല്ലേ? ഓക്കെ, 1,35,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള വാഹനമാണ്. 1,35,000 കിലോമീറ്റർ. അതെ. അത് പക്ഷേ ഇന്നോവയെ സംബന്ധിച്ച് ഓട്ടോ ഇല്ലല്ലേ? അല്ല അല്ല. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവറിൻ്റെ ബാക്ക് വൈപ്പർ, ഡീഫോഗർ, 2 എയർ ബാഗ്, ABS ഒക്കെ ഉള്ളൊരു വാഹനമാണ്. കമ്പനി ടൈപ്പ് 4 നിൽക്കുന്ന വാഹനം തന്നെയാണിത്. ന്യൂ ഷേപ്പ് ആക്കിയത് ഒന്നുമല്ല, കമ്പനി ടൈപ്പ് 4 വാഹനമാണ്. 2016 മോഡൽ ഇന്നോവ. വേറെ മേജർ ആക്സിഡന്റ് എന്തെങ്കിലും ഉണ്ടോ? വേറെ മേജർ ആക്സിഡന്റ് ഹിസ്റ്ററി കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ഫ്രണ്ട് വിൻഷീൽഡ് മാറിയിട്ടുണ്ട്. ഗ്ലാസ് റീപ്ലേസ്ഡ് ആണ്. ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ്ഡ് ആണ്.
വേരിയന്റ് G4 ആണോ? എന്തോ വേരിയന്റ് G4 G4 ആണെങ്കിലും 2 എയർ ബാഗ് ABS ഒക്കെ വരുന്ന വാഹനമാണ്. ടച്ച് സ്ക്രീൻ ചെയ്തിട്ടുണ്ട്, 9 ഇഞ്ച് ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. സിംഗിൾ എയർ ബാഗ് വരുന്നുണ്ടല്ലേ? അതെ അതെ സിംഗിൾ എയർ ബാഗിലായിരുന്നേ? അതെ 2 എയർ ബാഗ് ആണ്. അതെ അതെ അതെ. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. 8 ലക്ഷം രൂപ 8.5 ലക്ഷം രൂപ വരെ 8 ലക്ഷം രൂപ എന്തായിരുന്നാലും ലോൺ കൊടുക്കാൻ പറ്റുന്ന ഒരു വാഹനമാണ്. ഈ വാഹനത്തിന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് 9,39,000 രൂപ. 9,39,000 2016 മോഡൽ വരുന്ന വാഹനമാണ്. നെഗോഷ്യബിൾ ആണ്. അടുത്ത വണ്ടി ഇന്നോവ. അതെ 2015 മോഡൽ വാഹനമാണ്. അതർ സ്റ്റേറ്റ് വാഹനം, കേരള നമ്പർ, ട്രിവാൻഡ്രം രജിസ്ട്രേഷൻ ആക്കിയ വാഹനമാണ്. ട്രിവാൻഡ്രം വണ്ടിയാണ്. അതെ അതെ അതെ. ഓക്കെ. ഓണർഷിപ്പ് കിലോമീറ്റർ സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന വാഹനം 2015 മോഡലാണ്. വെറും 1,40,000 കിലോമീറ്റർ മാത്രമേ റൺ ചെയ്തിട്ടുള്ളൂ. ഓക്കെ. റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ലല്ലോ? വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. G4 ആണ് വേരിയന്റ് വരുന്നത്. G4 AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോ, 2 എയർ ബാഗ്, ABS, ബാക്ക് വൈപ്പർ, ഡിഫോഗർ, മിറർ അഡ്ജസ്റ്റബിൾ എല്ലാം വരുന്ന നല്ല കിടിലൻ വാഹനം. റൂഫ് AC എല്ലാം വരുന്നുണ്ടല്ലേ? എല്ലാം വരുന്നുണ്ട്. 4 ഡോർ പവർ വിൻഡോ എല്ലാം വരുന്നുണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. എത്ര കൊടുക്കാൻ വേണ്ടി? ഈ വണ്ടി 9,19,000 ഞാൻ ചോദിക്കുന്നു. ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ്. അടുത്ത വണ്ടി ജാഗോർ XF അല്ലേ? എങ്ങനെ ഡീറ്റെയിൽസ് വരുന്നത്? 2014 കേരള വാഹനമാണ്. ഒറിജിനൽ കേരള വാഹനം. വണ്ടിയുടെ വിലക്ക് കൊടുക്കാം ഈ വണ്ടി ഞാൻ. 2014 വണ്ടി ഒറിജിനൽ കേരള. അതെ. കിലോമീറ്റർ ഓണർഷിപ്പ് 90,000 കിലോമീറ്റർ തേർഡ് ഓണർഷിപ്പിൽ വരുന്ന വാഹനമാണ്. ഓക്കെ. കമ്പനി സർവീസ് തന്നെയാണോ? കമ്പനി സർവീസാണ്. ഇപ്പൊ റീസെന്റ് 2 ടയർ കമ്പനിയിൽ ജാഗോറിൽ നിന്ന് തന്നെ മാറിയിട്ടുണ്ട്. ഒരു 50,000 രൂപ വില വന്നിട്ടുണ്ട്. ഒറിജിനൽ ടയറാണ് മാറി. ഷോറൂമിൽ തന്നെ മാറി. ഓക്കെ. XF ആണ് വേരിയന്റ് വരുന്നത്. ഓക്കെ. നീറ്റ് ആൻഡ് ക്ലീൻ വാഹനമാണ്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഒന്നുമില്ല. കമ്പനി സർവീസ് തന്നെയാണ്. അതെ അതെ അതെ. ഓക്കെ. ഇന്റീരിയർ നീറ്റ് ആണ് കേട്ടോ. അത് എല്ലാം വെൽ മെയിൻറ്റൈൻഡ് ആണ്. ജാഗറാകുമ്പോൾ ഫീച്ചേഴ്സ് ഒന്നും പറയാനില്ല. അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ വണ്ടിക്ക്? വേറെ ഒരു പ്രശ്നമില്ല. ഓക്കെ. പെട്രോൾ ഡീസലാണോ വണ്ടി? ഡീസൽ വാഹനമാണ്. മാനുവൽ ഓട്ടോമാറ്റിക് ആണ്. ഓക്കെ. അപ്പം ജാഗ്വാർ XF ഓട്ടോമാറ്റിക് ഡീസൽ. അതെ. എത്ര കൊടുക്കാം നമുക്ക്? ഈ വണ്ടി 14,89,000 രൂപ. വണ്ടിയുടെ വിലക്കാണ് ഞാൻ കൊടുക്കാന്ന് പറയണ. കേരള വണ്ടി, ഒറിജിനൽ കേരള വണ്ടിയാണ്. അതെ. ഓക്കെ. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഫിനാൻസ് കയറും വണ്ടിക്ക്? ഫിനാൻസ് പിന്നെ 10 ലക്ഷം രൂപ ഫിനാൻസ് കൊടുക്കാൻ പറ്റും. വീഡിയോ വൈൻഡപ്പ് ചെയ്യാം തൽക്കാലം. ഓക്കെ. പിന്നെ അടുത്തൊരു വീഡിയോ കാണാം. അതെ. ബൈ.